നമ്മളങ്ങനെ പൈതൽമലയൊക്കെ പോക്കായി പൂരം കാണാൻ അങ്ങനെ 2 ദിവസം നീണ്ടു നിന്ന ഞങ്ങളുടെ യാത്രയുടെ അവസാന ഡെസ്റ്റിനേഷനിലേക്കാണ് ഞങ്ങൾ ഈ പോകുന്നത്, പൈതൽമല. ഈ പൈതൽമലയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് എന്താ പറഞ്ഞു തരേണ്ടത്? ഞങ്ങൾ കണ്ണൂർക്കാരുടെ ഒരു സ്വകാര്യ സ്വത്താണ്, അല്ലെങ്കിൽ ഒരു അഹങ്കാരമാണ് ഇനി ഈ പൈതൽമല. കാരണം കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നും ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു സ്ഥലം തേടിയെത്തുന്നത്. കാരണം അതൊരു സ്വർഗം തന്നെയാണ്. കോടമഞ്ഞും മഴയും കാറ്റും ഒരുപാട് റെയിൻകോട്ടുകളൊക്കെ ആയിട്ടുള്ള ഒരു സ്വർഗം. വരണം, വന്നിരിക്കണം എന്തായാലും. മഴ പെയ്തിരിക്കുന്നത് ഈ മഞ്ഞും കാറ്റും മഴയും ഒന്നും വകവയ്ക്കാതെ ഈ മലനിരകളെ കീഴടക്കണമെങ്കിൽ അത് ഒരു പ്രത്യേകതര കാരണം തന്നെയായിരിക്കില്ലേ? അതെ, ഇത് ഹെവനാണ്, സ്വർഗമാണ്. പിന്നീട് നമ്മളുടെ ലൈഫിൽ ഓർത്തിരിക്കാനുള്ള ഒരു മെമ്മറിയാണ് ഇവിടെ നിന്ന് കിട്ടുക. അത്രയ്ക്കും അടിപൊളിയാണ് ഇവിടെ. ചിറാപുഞ്ചി മഴയത്ത് ചിറാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപുഞ്ചി മഴയത്ത് ചിറാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപുഞ്ചി മഴയത്ത് ചിറാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപുഞ്ചി മഴയത്ത് ചിറാവഞ്ചി തുഴഞ്ഞത്ത്. അങ്ങനെ കോടമഞ്ഞ് വിരിഞ്ഞ താഴ്വരയും കാറ്റും മഴയും അതിൻ്റെ തണുപ്പും ഒപ്പരം കുറച്ച് നല്ല കൂട്ടുകാരും, അതിനൊപ്പം ആ ഒരു ചിറാപ്പുഞ്ചി പാട്ടും കൂടി ആയപ്പോഴത്തേക്ക് ലൈഫിൽ ഒരു ഹയർ മൊമെന്റ് തന്നെയായിരുന്നു. ഇതൊക്കെയല്ലേ മൊമെന്റ്, മെമ്മറീസ്. നമ്മുടെ പൈതൽമല ട്രിപ്പ് ലാസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്, കഴിയാനിരിക്കുകയാണ്. ഫാന്റാസ്റ്റിക് ട്രിപ്പ്.